ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ജാസ്മിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ്. ആക്ച്വലി ഒരു ടാസ്ക് കൊടുക്കാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ബിഗ് ബോസ് ചോദിച്ചു, ജാസ്മിൻ എങ്ങനെയുണ്ട് എന്ന്. അപ്പോൾ ജാസ്മിൻ പറഞ്ഞു, വലിയ സുഖമൊന്നും ഇല്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞു. അപ്പോൾ ബിഗ് ബോസ് ചോദിച്ചു, എന്ത് പറ്റി ജാസ്മിൻ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇപ്പൊ പുറത്തുള്ള ആളുകളൊക്കെ വൈൽഡ് കാർഡൊക്കെ വന്നുവല്ലോ, അപ്പൊ അവരിൽ നിന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ ഇന്നൊരു രീതിയിലായിരിക്കും പുറത്തേക്ക് പോയിട്ടുണ്ടാകുക എന്ന് എനിക്ക് തോന്നി. പക്ഷെ ഞാൻ വിചാരിച്ചതിലും അപ്പുറത്തേക്കാണ് ബിഗ് ബോസിൽ നിന്ന് ഔട്ട് പോയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അതിന്റെ കുറച്ച് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കെല്ലാം കൂടി ഇങ്ങനെ മനസ്സിൽ താങ്ങി നിർത്തിയിട്ട് ഒന്നും കരയാൻ കൂടി പറ്റുന്നില്ല എന്നാണ് ബിഗ് ബോസിനോട് ജാസ്മിൻ പറഞ്ഞത്. പിന്നെ ജാസ്മിൻ പറഞ്ഞത്, ബിഗ് ബോസിനോട് എനിക്ക് ഇങ്ങനെ മനസ്സിലിങ്ങനെ വിഷമങ്ങൾ ഇങ്ങനെ കൂട്ടി വെച്ച് അവസാനം ഇത് പൊട്ടുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് വിഷമങ്ങളൊക്കെ ഒന്ന് കരയാൻ എനിക്ക് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായം ആവശ്യമാണെന്നാണ് ജാസ്മിൻ ബിഗ് ബോസിനോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പറ്റുമോ എന്ന് ബിഗ് ബോസിനോട് ജാസ്മിൻ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തിരിച്ച് ബിഗ് ബോസ് ജാസ്മിനോട് പറയുന്നതിന്, ജാസ്മിൻ ഇവിടെ ഇപ്പോൾ 5 ആഴ്ചയായിട്ട് ഇവിടെ നിൽക്കുവാണ്. അപ്പോൾ ഈ ഒരു മത്സരം ഇങ്ങനെയൊക്കെ തന്നെയാണ്, നമുക്ക് പോസിറ്റീവ് ഉണ്ടാവാം, നെഗറ്റീവ് ഉണ്ടാവാം. അപ്പോൾ ഈ പോസിറ്റീവിനെയും നെഗറ്റീവിനെയും എല്ലാം അതിജീവിച്ച് മുന്നോട്ട് വരുന്നത് ആരാണോ അവർക്കായിരിക്കും ഈ ബിഗ് ബോസിൻ്റെ സമ്മാനം ലഭിക്കുക എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജാസ്മിൻ പറഞ്ഞു, ഞാൻ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ഞാനിവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി പൊട്ടി തകർന്നു പോയിട്ടുണ്ട്. പക്ഷേ എന്നാലും എൻ്റെ ഒരു ആഗ്രഹമാണ് ജയിക്കണം, ഇവിടെ നിൽക്കണം എന്നുള്ളത്. അതിനുവേണ്ടി ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ടെന്നാണ് ജാസ്മിൻ ബിഗ് ബോസിനോട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഉള്ളിലെ വിഷമങ്ങളൊന്ന് ഇറക്കി വെച്ച് ഒന്ന് സംസാരിച്ച് മനസ്സിലെ ഭാരമൊക്കെ ഒന്ന് ഇറക്കി വെക്കാനായിട്ട് സൈക്കോളജിസ്റ്റിനെ കാണാനായിട്ട് സാധിക്കുമോ എന്നാണ് ബിഗ് ബോസിനോട് ജാസ്മിൻ ചോദിച്ചത്. എന്നിട്ട് വീണ്ടും ജാസ്മിൻ ചോദിച്ചതിന് ശേഷം വീണ്ടും ബിഗ് ബോസ് ജാസ്മിനോട് പറഞ്ഞു, ജാസ്മിൻ വളരെ പക്വതയുള്ള ഒരു മത്സരാർത്ഥിയാണ്, ഇവിടെ ഉള്ളതിൽ ഒരു മികച്ച ഒരു മത്സരാർത്ഥിയാണ്. അപ്പോൾ വരുന്നവർക്ക് പല പ്ലാനുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും. പക്ഷേ ആ ഒരു ഇതിനെ എങ്ങനെ എടുക്കണം എന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെ വിവേകമാണ്. അപ്പോൾ അതനുസരിച്ച് കളിക്കാനാണ് ബിഗ് ബോസ് ജാസ്മിനോട് പറഞ്ഞത്. അപ്പോൾ ഇത്രയാണ് കൺഫെഷൻ റൂമിൽ നടന്നത്. അതിനുശേഷം ബിഗ് ബോസ് ജാസ്മിനോട് ടാസ്ക് വായിക്കാൻ ആവശ്യപ്പെടുകയും അതിനുശേഷം ടാസ്ക് ചലഞ്ചർ നമ്പർ 2 പോകുകയും ചെയ്തു. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.